ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ മിനിമം +2 യോഗ്യതയുള്ള നമ്മുടെ നാവിക് GDയുടെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കാൻ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അപേക്ഷിക്കാനായിട്ട് ലഭിക്കുന്നുള്ളൂ. അതുപോലെ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് നാവിക് GD റിക്രൂട്ട്മെൻറ്റ് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് GDയിലേക്ക് കോസ്റ്റ് ഗാർഡ് ആയിരുന്നു ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് 13 ഫെബ്രുവരി 2024 മുതൽ ഏകദേശം നിങ്ങൾക്ക് 27 ഫെബ്രുവരി 2024 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് +2 പാസ്സായിരിക്കണം വിത്ത് മാത്സ് അതുപോലെ ഫിസിക്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് കൗൺസിൽ ബോർഡ് ഓഫ് സ്കൂൾ. അതായത് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ കീഴിൽ +2 പഠിച്ച് സയൻസ് സബ്ജക്റ്റോട് കൂടി മാത്സ് ഫിസിക്സോട് കൂടി പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സയൻസ് സബ്ജക്റ്റ് അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മിനിമം 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 1 സെപ്റ്റംബർ 2002 31 ഓഗസ്റ്റ് 2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 5 വർഷത്തെ ഇളവ് SC/ST ഉദ്യോഗാർത്ഥികൾക്കും 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പ്രായത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോരോ റീജിയൺ അതായത് സോൺ കൊടുത്തത് കാണാൻ സാധിക്കും. പിന്നെ SC/ST OBC ജനറലിനെല്ലാം എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് പിന്നെ നോർത്ത് വെസ്റ്റ് അതുപോലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഇവിടത്തേക്കെല്ലാം വന്നിട്ടുള്ള വേക്കൻസി ഉൾപ്പെടെ 260ഓളം ഒഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് ആദ്യം നിങ്ങൾക്ക് എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിൻ്റെ ബേസിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ID കാർഡും അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തും. ഇവിടെ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇതൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒറിജിനൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആൻഡ് 2 പാസ്പോർട്ട് സൈസ് സെൽഫ് അറ്റസ്റ്റഡ് SC/STൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ ബയോമെട്രിക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ബയോമെട്രിക് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം എക്സാം ഹാളിലേക്ക് കയറ്റും. എന്നിട്ട് എക്സാമിന് നാവിക് GDയിൽ വരുന്ന സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റിട്ടൺ ടെസ്റ്റ് ഇവിടെ 2 സെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് സെക്ഷനിൽ മാക്സിമം 60 മാർക്കിൻ്റെ എക്സാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 45 മിനിറ്റിലാണ് നടക്കുന്നത്. 60 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. മാത്സിന് 20 അതുപോലെ തന്നെ സയൻസിന് 10 ഇംഗ്ലീഷിന് 15 പിന്നെ റീസണിങ്ങിന് 10 GKക്ക് 5 ഇങ്ങനെയാണ് മാർക്കിംഗ് അതായത് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സിലബസ് 10th ബേസിലുള്ള സിലബസേ വരത്തുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. പിന്നെ സെക്ഷൻ 2ലേക്ക് വരുന്ന സമയത്ത് മാക്സിമം മാർക്ക് 50 ആയിരിക്കും. അതുപോലെ തന്നെ 30 മിനിറ്റിനായിരിക്കും എക്സാം നടക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ മാത്സും ഫിസിക്സും മാത്രമായിരിക്കും മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ +2 ബേസിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് സെക്ഷനിലേക്ക് സ്റ്റേജ് 2ലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. അവിടെയും ഈ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ആദ്യഘട്ടം പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. 1600 മീറ്റർ ഓട്ടം 1.6 കിലോമീറ്റർ ഓട്ടം ഏകദേശം കംപ്ലീറ്റ് ചെയ്യേണ്ടത് 7 മിനിറ്റിൻ്റെ ഉള്ളിലാണ്. 20 സ്ക്വാട്ടപ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 10 പുഷപ്സും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഹാസ് ടു മാച്ച് ഓൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്. അതായത് ആദ്യഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യമായിട്ട് പരീക്ഷയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതായത് ആധാർ കാർഡും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള
ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ID കാർഡും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ ഫോട്ടോ മാത്രമാണ് അന്നേരം വെരിഫൈ ചെയ്യുന്നത് എക്സാം ടൈമിൽ. ബാക്കിയുള്ളതെല്ലാം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ അവിടെ എല്ലാം കൂടി വെരിഫൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എൻറ്റയർ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഇവിടെ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ കാണാൻ സാധിക്കും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അവിടെ ടോട്ടൽ ബോഡി ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ടോട്ടൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ തേർഡ് മെറിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ റീമെഡിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ളത് ഉണ്ടാവും. പിന്നെ ഹൗ ടു അപ്ലൈ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സംശയങ്ങൾ വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഓൾസോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഷെയർ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ 13 ഫെബ്രുവരി 2024 മുതൽ 27 ഫെബ്രുവരി 2024 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡോക്യുമെന്റ് ടു ബി അപ്ലോഡഡ് ഇഫ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സ്റ്റേജ് 2. സ്റ്റേജ് 2ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് രജിസ്ട്രേഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എക്സാമിനേഷന് ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 300 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സെപ്റ്റ് SC/ST ഉദ്യോഗാർത്ഥികൾ, SC/ST ഉദ്യോഗാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ പുരുഷന്മാരും 300 രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്ന ടൈമും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യഘട്ടം നടക്കുന്നത് മിഡ് ഓർ എൻഡിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ 2024 ഏപ്രിൽ മാസം തുടക്കത്തിലോ അല്ലെങ്കിൽ തുടക്കമല്ല, ഒരു മിഡിലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പകുതിയോട് കൂടിയോ അല്ലെങ്കിൽ അവസാനത്തോട് കൂടിയോ നടക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റേജ് 2 നടക്കുന്ന സമയം പറഞ്ഞിട്ടുള്ളത് മിഡ് അല്ലെങ്കിൽ എൻഡ് മെയ് മാസത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മെയ് മാസത്തിൻ്റെ പകുതിയോട് കൂടിയോ അല്ലെങ്കിൽ അവസാനത്തോട് കൂടിയോ സെക്കൻഡ് സ്റ്റേജ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് സ്റ്റേജ് പറഞ്ഞിട്ടുള്ളത് ഏർലി ഓർ മിഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒക്ടോബർ മാസം 2024 പറഞ്ഞത്. ഒക്ടോബറിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തോടു കൂടിയോ തേർഡ് സ്റ്റേജും കൂടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡീറ്റെയിൽസ് ഒക്കെ നല്ലപോലെ ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിനിമം ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. ചെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ടു ഹൈറ്റ് ആയിരിക്കും, ഹൈറ്റിന് ആനുപാതികമായിട്ടായിരിക്കും വേണ്ടത്, അത് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ മറ്റൊന്ന് പറയുന്നത് ഹിയറിങ് നോർമൽ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടാറ്റുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. പെർമനൻറ്റ് ബോഡി ടാറ്റു ആർ നോട്ട് പെർമിറ്റഡ് ഓൺ എനി പാർട്ട് ഓഫ് ദി ബോഡി. ഒരു ബോഡിയിൽ പാർട്ടിലും പെർമനൻറ്റ് ടാറ്റു പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കുക, അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇത്രയധികം കാര്യങ്ങളാണ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് ഒരു സ്ഥിര നിയമനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പിന്നീട് അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ കോസ്റ്റ് ഗാർഡിന് ഇതിന് മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളൊരു ലൈവ് ഇമേജ് ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപേക്ഷിക്കുന്ന സമയത്ത് ലൈവായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നോർമൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ്, ഇതൊക്കെ ക്യാപിറ്റൽ, നിങ്ങളുടെ പേരൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് അത് നെഞ്ചോട് ചെസ്റ്റോട് ചേർത്ത് പിടിച്ചിട്ട് വേണം ഫോട്ടോഗ്രാഫ് എടുക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ, പക്ഷെ അതിൽ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഫോട്ടോ വേണം. സ്ലൈറ്റ് പിടിച്ചിട്ടുള്ള വെള്ള ചോക്ക് കൊണ്ട് എഴുതിയിട്ടുള്ള സ്ലൈറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടാണ് ഫോട്ടോ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ സ്ലൈറ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ മാക്സിമം ഈ ഒരു യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് +2 സയൻസോട് കൂടിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.